ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ബുധനാഴ്ച എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്ഥിരമായിട്ട് വെനസ്ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസത്തിനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കൊറോണ വൈറസിൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു മഹാമാരി സമയത്ത് ലോക്ക്ഡൗണൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ബ്യൂട്ടി വ്ളോഗ്സ് ഏതാണ്ട് ഒരു 1.5 മാസത്തോളം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം മാനസികമായിട്ട് അതിനുള്ളൊരു തയ്യാറെടുപ്പില്ലായിരുന്നു. മാത്രമല്ല, ഞാൻ സീരിയസ്ലി വിചാരിച്ചു നമ്മൾ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ എല്ലാവരും തന്നെ ഈ സമയത്താണോ ബ്യൂട്ടി വ്ളോഗ് ഇടുന്നത്, ആൾക്കാരിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു ക്രിറ്റിസിസം ഉണ്ടാകും. മാത്രമല്ല, നമുക്കും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ. പക്ഷേ വീണ്ടും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മളിപ്പോൾ. സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞാൽ അതിലും ഭീകരമായ അവസ്ഥയാണ്. നമ്മളിപ്പോൾ വീടുകളിൽ അടഞ്ഞിരിക്കുകയാണ്, ലോക്ക്ഡൗൺ ആണ്. പക്ഷേ അതെല്ലാം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ മാനസികമായിട്ട് എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവശ്യ വസ്തുക്കളുടെ കാര്യമാണെങ്കിലും നമ്മളെല്ലാം നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മെൻ്റലി എല്ലാവരും ഇപ്പോൾ പ്രിപ്പയർഡാണ്. ഇത്തരം കെലാമിറ്റീസ് വരുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് എല്ലാവരും എക്സ്പീരിയൻസിൻ്റെ പുറത്തായിരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഒരുപാട് വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് ചിന്തകളിലേക്ക് തള്ളിവിടാണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അങ്ങനെ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ബ്യൂട്ടി വ്ളോഗ് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് താല്പര്യമുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ മുഖത്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ശരീരത്തിനോ മുടിക്കോ ഒക്കെ ചെയ്യാൻ പറ്റും. അവരൊരു എൻഗേജ്മെൻ്റാണത്. അതായത് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗം. ഭക്ഷണം പാകം ചെയ്യുക, പിന്നെ സ്വന്തമായിട്ടൊരു സെൽഫ് കെയർ ചെയ്യുക, ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അസുഖം വരികയാണെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, റെസ്റ്റ് മുതലായ കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും കൂടുതൽ നമ്മൾ സ്വയം സുരക്ഷിതരായിരിക്കുക. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് നമ്മൾ രോഗം പടരാതിരിക്കാനായിട്ട് നമ്മൾ അവരെയും കൂടെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ മാസ്ക് ഇടുക, പിന്നെ കൈ സാനിറ്റൈസ് ചെയ്യുക, കഴിയുന്നിടത്തോളം ക്രൗഡുകളിലേക്ക് പോകാണ്ടിരിക്കുക. അവശ്യമായിട്ട് പോകണമെങ്കിൽ പോലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതായത് ഇൻറ്ററാക്ഷൻ്റെ അവസരം വന്നാൽ പോലും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. അങ്ങനെ വളരെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. എന്തായാലും സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഈ ബ്യൂട്ടി വ്ളോഗിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കിടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ബ്യൂട്ടി വ്ളോഗ്സിലെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. റെസ്പോൺസ് കാണുമ്പോൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. മുടി കൊഴിച്ചിൽ മാറാൻ, മുടി നന്നായി വളരാനുമുള്ള മാജിക്കൽ പൗഡർ, അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുറേ നല്ല ഫീഡ്ബാക്ക്സ് കിട്ടുന്നുണ്ട്, നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 10 ദിവസത്തെ ഒരു സ്കിൻ ചലഞ്ച് ആയിരുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇട്ടിരുന്ന ഒരു വൈറ്റനിങ് ഫേസ് ക്രീം. അപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ട് 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടു. ഞാൻ എന്തിനാണ് ഈ വൈറ്റനിങ്, വെളുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്ന മോശമല്ലേ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് വൈറ്റനിങ് എന്ന് പറയുമ്പോൾ വെളുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. വെളുപ്പ് കറുപ്പ് എന്നുള്ള വ്യത്യാസമൊന്നും എനിക്കില്ല. എല്ലാ നിറത്തിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. പക്ഷേ ചിലർക്കെങ്കിലും, വെളുത്തവർക്ക് പോലും ടാൻ ആകുന്നത് വിഷമമുള്ള ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ ഇപ്പം നമ്മളെല്ലാവരും തന്നെ ഒന്ന് ടാൻ ആയി കഴിഞ്ഞാൽ ഒന്ന് സ്കിന്നിനെ നമ്മൾ പഴയ നിറത്തിലേക്ക് ഉണ്ടാക്കി തിരിച്ച് മാറ്റിയെടുക്കാനായിട്ട് ശ്രമം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് എന്ത് കളറുണ്ടോ അതിനെ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അല്ല വൈറ്റിനോടുള്ള അമിതമായ ആസക്തിയല്ല. പക്ഷേ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് വൈറ്റനിങ് ക്രീംസിനെ കുറിച്ചും വൈറ്റനിങ് പൗഡേഴ്സിനെ കുറിച്ചും ഒക്കെ. അപ്പോൾ അത്തരം ആൾക്കാരെയും ഞാൻ അഡ്രസ്സ് ചെയ്യണം. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബ്ലാക്ക് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ, ബ്രൗൺ ഈസ് ബ്യൂട്ടിഫുൾ, വൈറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. ആരെയും നമ്മൾ കൊച്ചാക്കിയും കണ്ട, ആരെയും വലുതാക്കിയും കണ്ട, ഓരോരുത്തർക്കും എന്താണ് ഇഷ്ടം അതനുസരിച്ചിട്ട് അവരവരുടെ സ്കിന്നിനെ സൂക്ഷിക്കാനും അത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ബെറ്റർ ആക്കാനും, എന്തായാലും ഹെൽത്തി സ്കിൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്രീംസും മറ്റു കാര്യങ്ങളും അല്ല, പക്ഷേ ഞാനൊരു DIY ആണ് ചെയ്യുന്നത്. DIY എന്ന് പറയുമ്പോൾ ഡു ഇറ്റ് യുവർ സെൽഫ്. വീടുകളിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് റോസ് വാട്ടറിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയില്ല. ഒരു ടോണറായിട്ട് ഞാൻ യൂഷ്വലി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ റോസ് വാട്ടർ സാധാരണ വാങ്ങുന്നത് ഞാൻ പതാഞ്ജലിയുടെ റോസ് വാട്ടറാണ്. അത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു അത് DIY ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. നല്ല റോസാപ്പൂ കയ്യിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാം. പനിനീർ റോസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നല്ല മണമുള്ള പനിനീർ റോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സാധനം അതാണ്. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന റോസാപ്പൂ പക്ഷേ കുറച്ചായിട്ടൊന്നും കിട്ടില്ല. ചില സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി വാങ്ങിക്കണം. പനിനീർ റോസിന് ഭയങ്കര വിലയാണ്, സൂപ്പർ വിലയാണ്. അപ്പോൾ അത് വാങ്ങി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഉണ്ടാക്കാൻ ഇങ്ങനെ പനിനീർ റോസ് വാട്ടർ അല്ലെങ്കിൽ ഗുലാബ് ജൽ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടാവും. അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് റോസാപ്പൂ തരുമോ എന്ന് നമുക്ക് ചോദിക്കാം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് റോസാപ്പൂ കരുതുക. അപ്പോൾ ഇച്ചിരി റോസാപ്പൂ എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റി നിറച്ച് എടുത്തിട്ട് അതിൻ്റെ ഇതളുകളെല്ലാം ഇളക്കിയിട്ടാണ് നമ്മൾ ഒരു റോസ് വാട്ടർ പ്രോസസ്സിലേക്ക് പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ്ട, ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്.
ഇത് അതായത് റോസ് വാട്ടർ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ധാരാളം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പേര് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് മുന്നേ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടുപിടിക്കാനും നോക്കി മനസ്സിലാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ പിന്നെ ഈ ഫാക്ടറി പ്രോസസ്സിങ് ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും കാണാനുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ 2 രീതിയിലാണ്. അതായത് പ്യുവർ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നല്ല വെള്ളത്തിൻ്റെ നിറമല്ലേ, ട്രാൻസ്പെറൻറ്റ് കളർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റിൽഡ് പ്രോസസ്സിലൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്റ്റിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നീരാവി ഇങ്ങനെ വരുമല്ലോ, വേപ്പർ ആവി വരുമ്പോൾ അതിനെ പിന്നെ അത് വെള്ളമായിട്ട് വേപ്പർ ഇങ്ങനെ എന്താ പറയുക തുള്ളിയായിട്ട് വരുന്നത് കളക്ട് ചെയ്തെടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ആ ഒരു റിയൽ ആയിട്ടുള്ള പ്യുവർ ഫോമിലുള്ള റോസ് വാട്ടർ. അപ്പോൾ അതിന് കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ ഇത് ആവി കയറ്റാനുള്ള നമ്മൾ സാധാരണ ചരുവത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ച് ആവി കയറ്റുക. അതിൻ്റെ മുകളിൽ കുറേ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന സ്റ്റീം ഇങ്ങനെ തണുപ്പടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വേപ്പറായിട്ട് തുള്ളിയായിട്ട് വരുന്ന കളക്ട് ചെയ്യാനൊരു പാത്രം വയ്ക്കും. ഇത്രയുള്ള സിമ്പിൾ പ്രോസസ്സാണ്. ഇനി ഞാൻ അത് ഡെമോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ കാര്യം. അത് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ഈ എതളുകളിൽ നിന്നും കുറേ വെള്ളം കളക്ട് ചെയ്ത് വരും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആ വെള്ളം കളക്ട് ചെയ്ത് വരുമ്പോൾ എതളുകളുടെ കളറെല്ലാം പോയിട്ട് ഇപ്പോൾ റോസ് കളറാണെങ്കിലും പിങ്ക് ആണെങ്കിലും റെഡ് എന്താ കളറെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് പിങ്ക് കളറാണല്ലോ, അത് മുഴുവൻ പോയിട്ട് ഡൈ മാറി പോയതുപോലെ അത് റോസിൻ്റെ എതളുകൾ ഒരു എന്താ പറയുക വളരെ ഫെയ്ഡഡ് ആയിട്ടുള്ളൊരു കളറായിട്ട് മാറും. അപ്പോൾ ഈ കളറ് ഒറിജിനൽ നാച്ചുറൽ റോസ് കളറ് ആ വെള്ളത്തിൽ മിക്സായി നമുക്കതിൻ്റെ സത്തും കിട്ടും. അപ്പോൾ അത് പ്യുവറായിട്ടുള്ളൊരു റോസ് വാട്ടറല്ല, പിന്നെ ഒരു റോസ് എസൻസ് ആയിട്ട് തന്നെ കിട്ടുകയാണ്. സിറപ്പ് പോലെയോ എസൻസ് പോലെ അതും നമ്മളുടെ സ്കിന്നിന് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ആ പ്രോസസ്സിലേക്ക് പോകാൻ നിങ്ങളൊന്ന് കണ്ടുപോകും. അപ്പോൾ നമുക്കിനി റോസ് വാട്ടർ അഥവാ ഗുലാബ് ജെൽ എങ്ങനെയാണ് തയ്യാറാക്കുക, അതായത് വീട്ടിൽ നമ്മളെങ്ങനെ തയ്യാറാക്കുന്നു, ഒരു DIY ആണ്. ഓക്കെ, തുടങ്ങാം. ഇനി ഇതിനെ ഇതളുകളായിട്ട് ഇളക്കിയെടുക്കണം. ഇതളുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിന്നെ ഇതിനൊരു കണക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. അതായത് ഒരു കൈപ്പിടി നിറച്ച് ഇത്രയെന്ന് പറയാം, ഒരു കൈ നിറച്ചെടുക്കുന്ന അത്രയും, അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇനി അതിലെ ഇതളുകളായിട്ട് എടുത്തത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു ചുവട് കട്ടിയുള്ള ഒരു ചരുവമോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. കഴുകി വൃത്തിയാക്കിയ റോസ പൂവിൻ്റെ ഇതളുകൾ. എന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി സ്ഥലം ഉണ്ടാക്കണം. ഓക്കെ, നടുക്ക്. എന്നിട്ട് ഇതുപോലൊരു കത്തോരി എടുത്ത് വയ്ക്കാം. ഇതിങ്ങനെ താഴ്ത്തി വയ്ക്കാം. ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് വെള്ളം, ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രം വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ഇങ്ങനെ സെറ്റ് ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു നമ്മുടെ ഒരു കുക്കിംഗ് പാത്രത്തിൻ്റെ അടപ്പെടുക്കുക. അതിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാവുമല്ലോ സ്റ്റീം ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട്. ആ ഹോളിനെ കുറച്ച് മാവ് വെച്ചിട്ട് ചപ്പാത്തി ഡോ പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കറിവേപ്പിലയുടെ കട്ടിയുള്ള തണ്ട് വെച്ചിട്ട് അടച്ചാലും മതി. ഞാൻ അങ്ങനെയാണ് സാധാരണ അടച്ചു വയ്ക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് കാണാതെ പോയി, അതാണ് ആ കമ്പ് കാണുന്നില്ലായിരുന്നു. ഓക്കെ, ഇങ്ങനെ വെക്കാം. ഓക്കെ, എന്നിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ അതായത് എയർ ടൈറ്റ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആദ്യം കുറച്ച് നേരം നല്ല ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ഇച്ചിരി തീ ഇങ്ങനെ കയറി വരും. അപ്പോൾ നല്ലതായിട്ട് ആവി ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അകത്ത് ചൂടായി എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഇപ്പോൾ പാത്രത്തിനകത്ത് നന്നായിട്ട് സ്റ്റീം ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കും. തീ ഒരല്പം കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഈ ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ അകത്ത് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന അതിൻ്റെ വേപ്പറെല്ലാം മെൽറ്റായി നമ്മളകത്തൊരു പാത്രം വെച്ചിട്ടില്ലേ അതിനകത്തേക്ക് വീഴും. ഓക്കെ, അതിൽ കളക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പൾ. അപ്പോൾ ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകരുത്. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ, ചെറിയ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ. ഐസ് ഇങ്ങനെ അലിഞ്ഞ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കുറേ കളക്ട് ചെയ്യും. പക്ഷേ കുഴപ്പമില്ല, അത് ആ ഒരു അടപ്പ് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുമല്ലേ, അതിൽ കളക്ട് ചെയ്തിരിക്കും. അതേസമയം താഴെ ഉണ്ടാകുന്ന ആ കംപ്ലീറ്റ് വേപ്പറും നീരാവി എന്ന് നമ്മൾ പറയില്ലേ, താഴേന്ന് നല്ല ചൂട് വരുമ്പോൾ മേളിൽ നിന്ന് നമ്മളിങ്ങനെ തണുപ്പ് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഡ്രോപ്പായിട്ട് ആവി
വെള്ളമായിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ കളക്ട് ചെയ്യുന്നു. അതാണ് ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. ഇപ്പോൾ കംപ്ലീറ്റ് ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മുടെ കംപ്ലീറ്റ് ആവിയെല്ലാം അതിനകത്തേക്ക് പേപ്പറായിട്ട് പോയി കഴിഞ്ഞു. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഈ അടപ്പ് മാറ്റാൻ പോവാണ്. അതിൻ്റെ മുകളിലുള്ള വെള്ളവും അതെല്ലാം അലിഞ്ഞു എന്ന് മാത്രമല്ല, അത് ചെറുതായിട്ട് ചൂടായി തുടങ്ങി. സൂക്ഷിച്ചെടുത്ത് മാറ്റാം. ഓക്കെ, യെസ്, ഓക്കെ, ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ നടുക്ക് നമ്മൾ വെച്ചിരുന്ന പാത്രം കാണുന്നുണ്ടല്ലോ, ആ പാത്രത്തിനകത്ത് കുറേ വെള്ളം കളക്ട് ചെയ്തിട്ടുണ്ട്. ആ വെള്ളമാണ് നമ്മുടെ പനിനീർ. ഓക്കെ, പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ആ എതിലുകളുടെ എല്ലാം നിറം മാറിയിരിക്കുന്നത് കണ്ടോ, കംപ്ലീറ്റ് നിറവും മാറി. അതിൻ്റെ കളർ ഡേ എല്ലാം പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ആ വെള്ളവും കളയണ്ട. അത് നമ്മളുടെ റോസ് സിറപ്പ് പോലെയാണ് ആക്ച്വലി. അതിൻ്റെ റോസിൻ്റെ സത്താണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടന്ന ഒരു ഡിസ്റ്റിലിംഗ് പ്രോസസ്സ് പോലെയാണ്. നമ്മൾ എന്താ പറയുക, വാറ്റ് ഉണ്ടാക്കില്ലേ വീടുകളിലൊക്കെ, അതേപോലെയൊക്കെയാണ് ഏകദേശം. ആവിയിൽ നിന്നും അതിൻ്റെ ഭയങ്കരമായിട്ട് അതിൻ്റെ സ്പിരിറ്റ് എടുക്കില്ലേ, അതുപോലെ. ഓക്കെ, ഇനി ഇത് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ഈ അടപ്പിനെ ഒന്ന് മാറ്റാം. സീരിയസ് നല്ല കളർഫുൾ. ഇതാണ് റോസാപ്പൂവിൻ്റെ കളറാണെല്ലാം. ദിസ് ഈസ് ദ റോസ് സിറപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ റോസ് എസെൻസ് എന്ന് പറയാം. റോസിൻ്റെ എസെൻസാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ അരിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ പിഴിഞ്ഞാൽ കിട്ടുന്ന വെള്ളം, ആ റോസാപ്പൂവിൻ്റെ നിറവും മണവും ഗുണവും എല്ലാം ഇതിനകത്തും ഉണ്ട്. ഇതിന് ഒരുപാട് നാളിങ്ങനെ കേടാകാണ്ട് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. ഇതൊരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. കുഴപ്പമില്ല, 2 ആഴ്ച വരെ ഉപയോഗിക്കാം. പക്ഷെ ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഡിസ്റ്റിൽഡ് പ്രോസസ്സിലൂടെ കിട്ടിയ ഇതെന്താണ്, ഇത് നമുക്ക് പുറത്ത് വെച്ചാലും കേടാകില്ല. 10 ദിവസം വരെ പുറത്തിരിക്കും. അത് കഴിഞ്ഞാൽ കുപ്പിയിലാക്കി സൂക്ഷിക്കുക. നമ്മുടെ റോസ് വാട്ടറാണിത്, പ്യുവർ റോസ് വാട്ടർ. അപ്പോൾ നമ്മളുടെ പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ റെഡിയായി. അത് തണുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ കുപ്പിയിലേക്ക് മാറ്റുന്നു. നമ്മുടെ സ്പ്രേ ബോട്ടിലിലേക്ക് ആക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് നല്ല മണമാണ്. റോസ് വാട്ടറിൻ്റെ ഒരു മണമുണ്ടല്ലോ. ആ റോസാപ്പൂവിന് എത്ര മണമുണ്ടോ, പനിനീർ റോസ് ആണെങ്കിൽ അത് എത്ര മണമുണ്ടെന്ന് അറിയാമല്ലോ, ആ ഒരു മണം നമ്മളുടെ ഇതിന് കിട്ടും. ഇനി നമ്മൾ ആ റോസ് എസെൻസ് അഥവാ റോസ് സിറപ്പ്, റോസാപ്പൂവിൻ്റെ നിറവും മണവും ഒക്കെ ഇതിനകത്ത് കൊണ്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ. ഇത് നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. നമ്മളുടെ മുഖത്ത് ഉപയോഗിക്കാം, നമ്മൾ പല കാര്യങ്ങളിലും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ആഹാ, നല്ല രസമുണ്ട്. കയ്യിലെല്ലാം തേച്ച് പിടിപ്പിച്ചാൽ നല്ല റോസാപ്പൂവിൻ്റെ ഇതളുകളുടെ നിറവും ഒക്കെ നമ്മളുടെ സ്കിന്നിനും കിട്ടും. നാച്ചുറലായിട്ടുള്ളൊരു നല്ല ഭംഗിയായിട്ട് ഇരിക്കും. നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് മാറും. പ്യുവർ റോസ് വാട്ടർ ഇത്രയുണ്ട്. ഇത് നമ്മളുടെ റോസ് സിറപ്പ് കുറച്ച് കൂടുതലുണ്ട്. അതേ 2 ബോട്ടിലായിട്ട് ഞാൻ ഇത് നിറച്ചുണ്ട്. പിന്നെ ഇതിനകത്തും സൂക്ഷിക്കുന്നു. അപ്പോൾ വിശദമായി തന്നെ നമ്മളുടെ റോസ് വാട്ടർ മേക്കിംഗ് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയത് റോസ് വാട്ടർ. ഓക്കെ, കണ്ടുവരുന്നല്ലോ. ഞാൻ കുപ്പിയിലാക്കിയത്, ഈ കുപ്പിയിലാക്കിയത് ഞാൻ കാണിച്ചു. പിന്നെ ഈ കുപ്പിയിലാക്കിയത് കാണിച്ചില്ല, പക്ഷേ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ബോട്ടിൽ സൂക്ഷിച്ചു. അപ്പോൾ ഇത് 3 കാര്യങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം. പക്ഷേ ഇതിന് ഒരുപാട് ഷെൽഫ് ലൈഫ് ഉണ്ട്. കാര്യം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്ത് വെച്ചിരുന്നാലും 10 ദിവസത്തിലോ അല്ലെങ്കിൽ 15 ദിവസത്തിലോ ഒന്നും കേടാകില്ല. ഇത് 6 മാസം വരെ നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 1 മാസം വരെയോ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മൾ പല ഫേസ് പാക്കുകൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഫേഷ്യൽ ക്രീംസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക്, പിന്നെ ബോഡി സ്ക്രബ് ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് നല്ലൊരു പിങ്ക് കളറല്ലേ, അപ്പോൾ നാച്ചുറൽ കളറാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഇച്ചിരി പുരട്ടി കാണിച്ചില്ല. ഇത് കയ്യിൽ പുരട്ടി കഴിഞ്ഞിട്ട് അത് കാണുന്ന പോലുമില്ല, എൻ്റെ കയ്യിലേക്ക് അത് അബ്സോർബ് ആയി കഴിഞ്ഞു അത്രയ്ക്ക്. അപ്പോൾ ശരിക്കും ആ റോസാപ്പൂവിൻ്റെ ആ കളർ നമ്മുടെ സ്കിന്നിലേക്ക് ആകുന്നു എന്നുള്ളതാണ് എൻ്റെ
ചുരുക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫേസ് പാക്കിലൊക്കെ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് ദേഹത്ത് എല്ലാ ദിവസവും ഇങ്ങനെ പുരട്ടിക്കൊണ്ടൊക്കെ നടക്കാം. ഫേസിലും ചുണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും വളരെ നല്ലതായിരിക്കും. നല്ലൊരു പിങ്ക് ടോണായിട്ട് വരും. പിന്നെ നമ്മുടെ റോസ് വാട്ടറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് റോസ് വാട്ടർ ഓൾവേസ് എന്താ ചെയ്യണേ, ടോണറാണെന്ന് പറഞ്ഞു. അതായത് മുഖത്തെ പോസ് എല്ലാം കുറച്ചൊന്ന് ചുരുങ്ങാനും പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല സ്മൂത്ത് ടെക്സ്ചർ ആകാനും ഒക്കെ സഹായിക്കും. ടോൺ ചെയ്യാൻ, പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതാണ് നമ്മളൊരു ഫേഷ്യലോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഒരു ടോണർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യില്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ജസ്റ്റ് ആഹാ. ഇപ്പം ഞാൻ ഫ്രഷ് നമ്മുടെ റോസ് വാട്ടർ ടോണർ ഒരുപാട് വാരി ഒഴിച്ചു. പെട്ടെന്ന് തന്നെ ഫേസ് അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ടോണറാണ്. സ്കിന്നിന് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻസ്, ചെറിയ നീരൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. പിന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളുടെ റോസ് വാട്ടറിനുള്ള. പിന്നെ ഇത് നമുക്ക് പല കാര്യങ്ങളും മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ഫേസ് പാക്ക്, ഇപ്പോൾ മുൾത്താനി മിട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും പാലൊഴിക്കുന്ന പോലെ ചില ആൾക്കാർക്കെങ്കിലും ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഓയിലി സ്കിന്നുകാർക്കെല്ലാം ഒരു പക്ഷേ പാല് പറ്റാത്ത സ്ഥലത്ത് ഇവിടെ റോസ് വാട്ടർ ഉപയോഗിക്കാം. റോസ് വാട്ടർ എല്ലാ സ്കിൻ ടൈപ്പ് ആൾക്കാർക്കും പറ്റുന്നതാണ്. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ മുഖത്ത് റോസ് വാട്ടർ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആക്നെ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കും. നന്നായിട്ട് സ്കിന്നിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ആക്നെ, ഈ ചെറിയ കാര, കുരു മുതലായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി തരും ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളുടെ റോസ് വാട്ടറിന് പ്രയോജനം നമുക്ക് തരും. അപ്പോൾ ഒരു കുഴപ്പമില്ല, പൈസ കൊടുത്തൊന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം. പക്ഷേ റോസാപ്പൂ ഉണ്ടാകണം. നല്ല പനിനീർ, പ്യുവർ നല്ല മണമുള്ള റോസാണെങ്കിൽ ഇതിനും നല്ല മണമായിരിക്കും, പിന്നെ ഇതിനും നല്ല മണമായിരിക്കും, നല്ല മണമായിരിക്കും. ഇതിന് ചെറിയ മണമൊക്കെ ഉണ്ട്. ആൻഡ് കളറും കൂടി ഉണ്ടല്ലോ, നൈസ്. പിന്നെ ഇതിന് നല്ല മണം, റോസാപ്പൂവിൻ്റെ മണം. അപ്പോൾ പിന്നെ നമുക്ക് ഫുഡിൽ എന്തെങ്കിലും ഫുഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗുലാബ് ജെല്ല് ഉപയോഗിക്കുമല്ലോ, ഫുഡിന് ആ ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട്. ചില പായസം അല്ലെങ്കിൽ ഖീറൊക്കെ അതും ഇത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുക, ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും മുഖം ടോൺ ചെയ്യാനായിട്ട് റോസ് വാട്ടർ ഉപയോഗിക്കാൻ മറക്കണ്ട. വളരെ നല്ലതാണ്. മുഖക്കുരു, കാര മുതലായ കാര്യങ്ങളുള്ള ആൾക്കാരും ഫേസ് സ്ക്രബെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് മുഖത്ത് നല്ലതായിട്ട് ഇത് അവസാനത്തെ കാര്യമായിട്ട് വേണമെങ്കിൽ ഒരു ടോണറായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇത് മറക്കണ്ട, ഇത് വെച്ചിട്ട് നമുക്ക് ഇനി വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് നമ്മളെപ്പോഴും ഈ റോസ് വാട്ടർ നമ്മൾ കൂടുതലും ടോണറായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ടോണറിനപ്പുറത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നമുക്കിത് വെച്ചിട്ട് ചില ഫേസ് മാസ്കുകളും ചില ക്രീംസും ഒക്കെ ഉണ്ടാക്കാം. ഇനി വരുന്ന ചില വീഡിയോസിൽ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലാവരും വീടുകൾക്കുള്ളിൽ തന്നെ സുരക്ഷിതരായിട്ടിരിക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, ആരോഗ്യ പ്രവർത്തകരും ഒത്തിരി ഡോക്ടേഴ്സ്, നഴ്സുമാർ, എല്ലാവരും ഒരുപാട് ആൾക്കാർ, സന്നദ്ധ പ്രവർത്തകരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് അവരുടെ ജീവിതം തന്നെ റിസ്ക് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. അവരെല്ലാം എടുക്കുന്ന എഫേർട്ട് കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ടോട്ടാലിറ്റിയിൽ എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളും സഹകരിക്കണം. നമ്മളും വീടുകൾക്കുള്ളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.